പട്ടിക്കാട് സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂളിൽ ഫ്രീഡം മീറ്റ് 2025 സംഘടിപ്പിച്ചു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിയുടെ ചരിത്രവും പശ്ചാത്തലവും എന്താണെന്നുള്ള അവബോധം കുട്ടികളെ സൃഷ്ടിക്കുന്നതിനാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദീർഘകാലം മിലിറ്ററി സർവീസിൽ സേവനം ചെയ്തു വിരമിച്ച ലഫ്റ്റനന്റ് കേണൽ അൽപ്പന ജോയ് ഫ്രീഡം മീറ്റ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് വടക്കൂട്ട് അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ബാബു ജോസ് തട്ടിൽ, അക്കാഡമിക് ഇൻചാർജ് റോസമ്മ ജോൺ, PTA പ്രസിഡന്റ് മെജോയ് TK തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വീരമൃത്യു മരിച്ചവരുടെ സ്മരണയിൽ കുട്ടികൾക്കായി ഫാൻസി ഡ്രസ്, കളറിംഗ് തുടങ്ങിയ മത്സരങ്ങളും നടത്തി. India would awaken to life and freedom. These are the words of Jawaharlal Nehru on the eve of the Independence Day, that is 1947 August 14. So here we have assembled here to celebrate our independence. We know that we are celebrating our independence tomorrow, August 15, but we used to have this freedom meet every year with some competitions in connection with the independence. So, what do we mean by independence or freedom? Freedom എന്ന് പറഞ്ഞാൽ എന്താ? What is that? Yeah. To act, to do something very freely, isn't it? But it is not what we can do everything. When we got the freedom, we have a responsibility towards the country too. It is not merely enjoying the freedom, but there are so many responsibilities on our shoulders. Okay, so here we have a very special chief guest, and that is none other than Lieutenant Colonel retired Mrs. Kalpana Joy from our own place. And we are very happy to get such a personality who is serving the nation for years. As I understand, she has served the nation 29 years, I suppose. And basically, she is from Bengal and now settled at Pichi. So, dear ma'am, we are very happy and proud to have your precious presence over here, because this new generation will surely get something from you as you serve the country for 29 years. So we are searching for such a personality for the chief guest of today's program. So, hearty welcome, ma'am. On behalf of St. Alphonsa family, hearty welcome, sir. Welcome her husband, Mr. Joy Arakel, to this program. And here we have the manager. You know that he has been always with us since his joining. So hearty welcome for them. PTW President, new PTW President, Mr. Mejoy is here with us. Hearty welcome, sir. And our academic incharge and also the trust member, Alphonsa trust member, Mrs. Rosamond John is with us. You know that she has been, since my joining over here, she has been here as the academic incharge. Hearty welcome, ma'am. And I take this opportunity to welcome all the PTA executive members, parents, my dear teaching staff and non-teaching staff, and also my dear loving students. Hearty welcome to all. Thank you. ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷവും അഭിമാനമുള്ള ദിവസമാണ് ഓഗസ്റ്റ് 15. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് നാളേക്ക് 78 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ സുദിനം ഏറ്റവും അഭിമാനത്തോടും സന്തോഷത്തോടും ആഹ്ലാദത്തോടെ ആഘോഷിക്കേണ്ടത് ഭാരതീയ നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും കടമയാണ്. നമുക്കറിയാം, അടിമത്തത്തെക്കുറിച്ച് ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് വലിയ അറിവുണ്ടായിരിക്കില്ല. എന്നാൽ 78 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ
അടിമത്തത്തിൻ്റെതായ ഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മുടെ പൂർവികര്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രകാരം ഈ സ്വാതന്ത്ര്യ ദിനം ഏറെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആചരിക്കണം, ആഘോഷിക്കണമെന്ന് പറയാനായിട്ട് കാരണം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഇവിടെ മുഖ്യാതിഥിയെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ലഫ്റ്റനന്റ് കേണൽ അൽഫന ജോയ് റിട്ടയർഡാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ അഖണ്ഡത അല്ലെങ്കിൽ അതിന് സംരക്ഷിക്കാനായിട്ട് മിലിറ്ററിയിൽ സേവനം ചെയ്യുന്നവരാണ്. നമ്മുടെ രാജ്യം കാക്കാനായിട്ട് തങ്ങളുടെ ജീവിതം തന്നെ ബലി കഴിച്ചുകൊണ്ട് ജവാന്മാർ ചെയ്യുന്ന സേവനങ്ങളൊക്കെ ഓർക്കാനുള്ള ദിവസമാണിത്. നമ്മുടെ ഭാരതത്തിന് വേണ്ടി ഓരോയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്താനായിട്ടൊക്കെ പരിശ്രമിക്കുന്നവരാണ് അവരോരോരുത്തരും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വളരെ ഉചിതമായ ഒരു പേഴ്സണാലിറ്റിയാണെന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇത് കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ കോമ്പറ്റീഷൻ, ഫാൻസി ഡ്രസ്സ്, അതുപോലെ തന്നെ പ്രസംഗ മത്സരമൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ കണ്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഫാൻസി ഡ്രസ് നമ്മൾ ഇട്ട് നടത്തുമ്പോൾ, മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തെക്കുറിച്ചുള്ള ആത്മാഭിമാനം അത് വർദ്ധിക്കാനാണ് നമുക്കിടയാകണം. അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ ഓർക്കാനായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഓർക്കാനായിട്ട്, നമ്മുടെ രാഷ്ട്രം സ്വതന്ത്രമാകുന്നതിന് വേണ്ടി ഒത്തിരി പേര് ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. അവരേക്ക് ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദിവസം കൂടിയിട്ടാണ് ഈ സ്വാതന്ത്ര്യദിനം. അതോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് അത് എപ്രകാരമാണ് ഉപയോഗിക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം വ്യക്തമായിട്ടും കൃത്യമായിട്ടുമുള്ള നിയമങ്ങളിലൂടെയൊക്കെ ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. Good morning to everyone here. എല്ലാവരും സുഖാണോ? നമ്മൾ എന്തിനാ ഇരിക്കണേ ടുഡേ അറിയോ? നാളെ 15th ആഗസ്റ്റിലെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ, നമ്മുടെ ദേശത്തിൻ്റെ ഒരു മെമ്മറബിൾ പ്രൗഡ് ഡേ, സ്വാതന്ത്ര്യ ദിവസ്. ഓക്കെ, respected Achan, principal sir, all the teachers, PTA members, parents, my loving students and all the distinguished guests. I am sincerely thankful to you all for choosing me, for calling me, inviting me in this program. It is a great honor for me today to celebrate this Freedom Meet, our Independence Day celebrations program along with all. I truly remembering my school days by seeing these flags, the tricolors, the balloons. My older memories are coming, ripping in my childhood days. So I am very proud, very thankful to each one of you. And I loving these days. You all know I am a Bengali, okay? So I will be speaking in English. എൻ്റെ മലയാളം അത്ര ശരിയാവില്ല. ഞാൻ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിരിക്കൂ. എനിക്ക് മലയാളം ആക്സെൻറ്റ് ശരിക്ക് കിട്ടില്ല. അതൊക്കെ വേണ്ടി ഞാൻ ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കും. ഐ ഹോപ്പ് യു വിൽ ബിയർ മീ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിഷ് ഈച്ച് എ വെരി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ which is coming tomorrow. Okay? Tell happy Independence Day. Yes. I'm just retired after 29 years of incredible journey in this country, serving the nation. I have gone many places, many hospitals, taken care of many sick people,
and I have done my duty, and I am proud to be retired as a military nursing officer in Indian Army. Today, as we gather here to celebrate this day, when we have broke out the British rule, 200 years of British rule in 1947, 15th August, and we are proud to celebrate this Freedom Day. It is a very, very special because it reminds us our country's freedom. We celebrate the bravery of our leaders who has fought for our nations to give us freedom, to give us all our rights. Otherwise, we were under the British rule. The harsh people, they have tortured, brutally murdered our young, old, and all the freedom fighters, whatever way it was possible for them to make us under their feet. But it was our tireless journey. It was our freedom leaders, the bravery, the heart, the tireless, the fighting which has given us today's freedom. So we are standing in this earth as a freedom, as an independent Indian country. So we go to those people who has sacrificed their lives for us, and we greatly honor those leaders, those brave hearts. See, in this Independence Day, it is not like that we are just remembering the old histories, thinking about our old people's sacrifices, their fightings. It is to live with the dignity, equality, and self-respect. It gives us right for all educations to speak freely, to roam around freely, to follow our dreams, to chase our destiny, and most importantly, to protect our country's pride. Being Indian, we should be always proud to be a freedom-free country people. As young citizens, it is our duty to protect our nation's unity, diversity, and contribute positively to the society. We can do everything through our honesty and our compassion. As a defense personnel, I encourage you all, after certain qualifications, you can choose your career in any of the armed forces, being defense people, army, navy, air force, anywhere you can just build your career. You can do your duty, your service to the nations. There are lots of, when you come to the service, you will be knowing, you get a good respectable job, you get good salary, you get all the facilities, and most importantly, you get a good chance to serve our nation. So students, today I leave you a challenge. What you are going to make our nation proud, what you are going to give in future. You may be thinking what I can do, but you can do by doing your responsibility, by self-discipline, by respecting your parents, your teachers, by following the rules, regulation wherever you go, whether it is school, whether it is your college, whether it is your workplace, you always follow the rules and regulations. Never try to break any rules, regulation. Okay? Give the respect to the elder people every time, and anyone who is needing anything from you, if it is in your capability, do that help to the person. Never become selfish-minded. This is one thing I will emphasize you. Never become money-minded or selfish-minded. In the life, many things will come in your way, but triumphantly you will achieve everything if you are good in heart, good in character, good in your service. The possibilities are endless.
Every job is important, whatever it is. Even menial job the people are doing, that is also important for them. So never disrespect any people anywhere. And every contribution of your life, it matters. It is very, very useful for our country, for your better future. So choose your destiny, chase your luck, and build a good future for you. Whatever your career, whatever your passion, get it by a dedicated life, by your most hard-working effort, and by your honesty, and be proud to become a good human being, a good Indian. Tell everyone, we are Indian. This is our proud moment to celebrate our Independence Day. So everyone, come forward, do something for the country. See, our Mananiya Pradhan Mantri Narendra Modi ji has made one program, Swachh Bharat. What is that? You all know? Yes, that is the cleanliness of your surroundings. Wherever you go, try to upkeep that place, cleanliness. Never throw anything, whatever it is coming in your hand, whatever it is used here and there. So keep that Swachh Bharat mentality in your mind every time, wherever you go, and follow it. Okay? People will love you, people will respect you, and people will give you the due, whatever it is for you. In your coming days, you will become good, established human beings. And I wish each one of you all the very best. Thank you. Jai Hind. ഓഗസ്റ്റ് 15-ന് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒരുപാട് പൂർവികരുടെ ത്യാഗം മൂലം നമുക്ക് ലഭിച്ചതാണ്. അത് അഭംഗുരം കാത്തു സൂക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമ്മിൽ രാജ്യം അർപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജോൺ എഫ് കെന്നഡി ആണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള വലിയൊരു കോട്ടുണ്ട്, എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ളൊരു കോട്ടാണ്. ആസ്ക് നോട്ട് വാട്ട് യുവർ കൺട്രി ഹാസ് ഡൺ ടു യു, ആസ്ക് യുവർ സെൽഫ് വാട്ട് യു ഹാവ് ഡൺ ടു യുവർ കൺട്രി. രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കാതെ നിങ്ങൾ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് സ്വയം ചോദിക്കൂ എന്ന് ജോൺ എഫ് കെന്നഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മാഡം പറഞ്ഞു വെച്ചത് അത് തന്നെയാണ്. ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനുള്ളതല്ല സ്വാതന്ത്ര്യം. തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്വം നമ്മളിലുണ്ട്. നമ്മളിന്ന് വളരെ ഫ്രീ ആയിട്ട് നടക്കാനും പോകാനും എവിടേക്ക് സഞ്ചരിക്കാനുമുള്ള എല്ലാം ഒത്തിരി കാര്യങ്ങൾ മാഡം എടുത്ത് പറഞ്ഞു. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് ലഭിച്ചത് ഈ നമ്മുടെ പൂർവികരുടെ വലിയ ത്യാഗം മൂലമാണ്. അപ്പോൾ അവരെ ഓർക്കണം. തീർച്ചയായിട്ടും അവരുടെ ആത്മാക്കൾ നിത്യവിശ്രമം നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടി നമുക്ക് കടപ്പാടുണ്ടെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ലൊരു സ്പീച്ച് നൽകിയ മാഡത്തിന് വളരെ നന്ദി. മാഡം കാര്യമായിട്ടൊന്നും പറയില്ലെന്ന് പറഞ്ഞെങ്കിലും ഷീ ടെസ്റ്റ് എവരിവെയർ. all the aspects of our independence struggle she touched everywhere. So thank you madam, thank you. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാളെ നമ്മൾ 79ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയാണ് നമ്മുടെ രാജ്യം. സമസ്ത മേഖലകളിലും വളർച്ച നേടി കുതിപ്പിൻ്റെ പാതയിലാണ് നമ്മുടെ രാഷ്ട്രം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കേറെ അഭിമാനിക്കാനുള്ള ഒരു കാര്യമാണത്. എന്നാലും ഒരു ഇരുണ്ട മുഖം കൂടി നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാൻ പാടില്ല. നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സദ്ഗുണങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ, യോഗമില്ലാതെ കഴിയുന്ന ഒരുപാട് ജനതതി നമ്മുടെ രാജ്യത്തുണ്ട്. അതിനൊരു മാറ്റം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഉത്തരവാദിത്തം നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികളും അതുപോലെയുള്ള യുവാക്കളുമാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് യുവതലമുറയാണ്. മറ്റുള്ള ഒരു രാജ്യത്തിനും ഇല്ലാത്ത ഒരു യുവശക്തിയാണ് ഇന്ത്യ മഹാരാജ്യത്തിനുള്ളത്. അതിൻ്റെ അർത്ഥം
നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവി നിങ്ങളുടെ കൈകളിലാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വഴികാട്ടികളായി നമ്മുടെ മുൻപേ പോയ പലരുമുണ്ട്, ഒരുപാട് മഹത് വ്യക്തികൾ. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന മഹത് വ്യക്തികളും നിങ്ങൾക്ക് വഴികാട്ടികളായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ പാത പിന്തുടരുക. തീർച്ചയായും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്വാർത്ഥതയാണ് നമുക്കെപ്പോഴും മുൻപിലുള്ളത്. പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഓരോരുത്തരും, പ്രത്യേകിച്ച് യുവതലമുറയിലെ ഓരോ വ്യക്തിയും ചിന്തിച്ചാലേ നമ്മുടെ രാഷ്ട്രത്തിന് കിട്ടിയ സ്വാതന്ത്ര്യം കൂടുതൽ പുരോഗതിയിലേക്ക് നമ്മുടെ രാഷ്ട്രത്തെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും ഈ പ്രത്യേക ദിവസത്തിൻ്റെ, സവിശേഷ ദിനത്തിൻ്റെ പ്രത്യേക ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ ലഫ്റ്റനന്റ് കേണൽ, ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഫ്രീഡം മീറ്റ് എന്നൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഫ്രീഡം മീറ്റ് എന്താണ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോ കുഞ്ഞുമക്കളും മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് മഹത് വ്യക്തികൾ പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ വളരെയധികം മനസ്സിലാക്കേണ്ടിയിരിക്കണം. അവരെ ഒരു നിമിഷം ഓർക്കുന്നതിനും, എല്ലാ വർഷവും അവരെ ഓർക്കുന്നതിനും, അവരെ ആദരിക്കുന്നതിനും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ ഫ്രീഡം മീറ്റ് ഇങ്ങനെ ഒരുക്കുന്നത്. ഇപ്പോഴും സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്നത് മഴയും വെയിലും മറ്റു പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്ത് നമ്മുടെ രാജ്യത്തിലെ അതിർത്തികളിൽ നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ധീരജവാന്മാരും ധീരവനിതകളും അൽപ്പന മേഡം പോലെയുള്ള മഹത് വ്യക്തികൾ അതിന് ഉദാഹരണങ്ങളാണ്. അൽപ്പന മേഡം എനിക്ക് തോന്നുന്നു സൈനിക മേഖലയിൽ, അവിടുത്തെ ആരോഗ്യ മേഖലയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. ഒരുപാട് മരണങ്ങളും മുറിവുകളും ഏറ്റ ഒരുപാട് സൈനികരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്ത ഒരു മേഖലയിലാണ് മേഡം വർക്ക് ചെയ്തത്. 29 വർഷത്തെ പ്രയത്നം കാഴ്ചവെച്ച് ഏറ്റവും സന്തോഷത്തോടുകൂടിയ മേഡം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലും ഈ PTA പേരിലും ആദ്യം തന്നെ മേഡത്തിന് ഏറ്റവും സ്നേഹത്തോടെയുള്ള ആശംസകൾ നേരുന്നു. ഇതുപോലെ തന്നെ ഒരുപാട് ധീരജവാന്മാർ നമുക്ക് വേണ്ടി ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട്. യുദ്ധസമയം വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് വീരമൃത്യു വരിച്ച ജവാന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് നമ്മൾ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. ഈ ഒരു ഫ്രീഡം മീറ്റ് നിങ്ങൾ മക്കൾക്ക് എന്നും ഒരു ഊർജം പകരട്ടെ. നിങ്ങൾ ജാതി മത വർണ്ണ പക്ഷഭേദമില്ലാതെ ഒത്തൊരുമിച്ച് ജീവിക്കുവാനും രാജ്യസ്നേഹമുള്ള മക്കളായി വളരുവാനും നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫ്രീഡം മീറ്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക.